ഹലോ, പാറൂച്ചലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ചുമ്മാ സിറ്റൗട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു. ഇന്ന് നമുക്ക് അപ്പുമ്മോൾക്ക് അക്ഷരം പഠിക്കാൻ പോകേണ്ട ദിവസം കേട്ടോ. ആദ്യമായിട്ട് അപ്പോൾ അക്ഷരം പഠിക്കാനായിട്ട് വിടുന്ന ദിവസമാണ്. നമ്മൾ അംഗനവാടി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവളെ അല്ലാതെ നമ്മൾ അക്ഷരം പഠിക്കാൻ വിടണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്ലേറ്റ്, ബുക്ക്, പിന്നെ ബാഗ് നമ്മൾ കുറച്ച് നാളെ മുന്നേ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടിഫിൻ ബോക്സൊക്കെ വാങ്ങിച്ചു, ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, പേരൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അപ്പുമ്മോൾക്ക് ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് റൈസ് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സാധാ നോർമൽ റൈസ് ഉണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നെയ്യിൽ വാട്ടി ഇടുകയാണ് ചെയ്യുന്നത്. മിക്സാക്കി എടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീൻസും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അപ്പുമ്മോൾക്ക് രാവിലെ അമ്മയും അച്ഛനും വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അവരോട് സംസാരിക്കുകയാണ്, ഞാൻ പോകുന്നുണ്ട്, ടിഫിൻ ബോക്സ് എനിക്ക് ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചെന്നും പറഞ്ഞ് അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ അരി മറ്റേ കറുകപ്പട്ട അതും ഇതുമൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അരിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും രാവിലെ തന്നെ ഇന്ന് അപ്പുമോളും എണീപ്പിച്ചായിരുന്നു. കാരണം അപ്പുമോൾ അല്ലെങ്കിൽ സമയമാകുമ്പോഴത്തേക്കും എഴുന്നേൽപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പുമോൾ പിന്നെ അലമ്പായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ അവളെ എഴുന്നേൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അംഗനവാടിയിൽ നിന്ന് മാറുന്നതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്നാലും സ്കൂളിൽ പുതിയ പിള്ളേർ, പിന്നെ പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അല്ലാതെ റൈസിന് വെച്ചിരുന്ന വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ഞാൻ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസും ഇടുന്നത് കേട്ടോ. അപ്പം വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നതിന് ശേഷം അത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇത് രണ്ടും കൂടെ ആയിട്ട് നമ്മൾ റൈസ് റെഡിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ സാലഡ് പോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു ചള്ളാസ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് മുളകിടാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ എരിവിനായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ റൈസ് ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൂന് മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുന്നു. കാരണം അപ്പുക്കിളിക്ക് ഒരുപാട് ഇങ്ങനെ ഇതിനകത്തുള്ള വെജിറ്റബിൾ തിന്നുന്ന ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ പച്ചക്കറികൾ അല്ലാതെ ഇങ്ങനെ പച്ചക്ക് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. ഇങ്ങനെ കറിക്കകത്തിട്ടതും ഇങ്ങനെ റൈസിനകത്ത് കിടക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനാണ് അരിക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയും കൂടി ഇട്ടിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. മോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഴക്കട്ട മതി എന്നൊക്കെ. അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി. അപ്പോൾ അപ്പുമോളുടെ ലഞ്ച് ബോക്സും റെഡിയാക്കി വെച്ച് കുറച്ച് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനെ പച്ചക്ക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ അതും വെച്ച് ചള്ളാസും വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് അപ്പുമോളുടെ ലഞ്ച് ബോക്സ് കേട്ടോ. അപ്പോൾ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾക്ക് കുഴക്കട്ട തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒന്ന് കഷ്ണമാക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോയിട്ട് വരാമെന്ന് പറ. എവിടെ പോവാ? അക്ഷരം പിടിക്കാൻ. ടാറ്റ കൊടുക്ക്. ഇങ്ങോട്ട് നോക്കി ടാറ്റ കാണിച്ചേടാ. അങ്ങനെ എല്ലാവരോടും അപ്പുറത്തുള്ള ലതാമ്മയോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പുക്കിളി വരുവാണ്. അങ്ങനെ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അംഗനവാടിയിലോട്ടാണ് പോയത്. അപ്പോൾ അംഗനവാടി പിള്ളേരൊക്കെ വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്ത്. പിന്നെ നമ്മുടെ ടീച്ചർ ഇല്ലായിരുന്നു. പിന്നെ ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചർക്കും കൂടെ ദക്ഷിണയൊക്കെ കൊടുത്ത് 2 പേർക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർക്ക് കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പോൾ അങ്ങനെ ടീച്ചറില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ടീച്ചറെ വിളിച്ച് ഫോണൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത്
അങ്ങനെ എല്ലാവരുടെയും നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി അക്ഷരം പഠിക്കുന്ന ഇടത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അക്ഷരം പഠിക്കുന്ന സ്ഥലം. അപ്പം ടീച്ചർ അവിടെ പൂജയൊക്കെ ചെയ്യുവാണ് കേട്ടോ. വിളക്കൊക്കെ വെച്ച് പൂജ ചെയ്യുവാണ്. അപ്പം നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് ആ പൂക്കളെയാണ് ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് വെറ്റയും പാക്കൊക്കെ പിടിച്ചുകൊണ്ട് ചെന്ന്. അപ്പോൾ ടീച്ചർ പിടിച്ച് നേരെയൊക്കെ നിർത്തി. ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പം ടീച്ചർ ഇതൊക്കെ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അപ്പോൾ പറയാതെ പോലും ആരും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആരും പറയാതെ പോലും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത്. അപ്പോൾ അപ്പുക്കിളി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ട് അവൾ അംഗനവാടി വിട്ടപ്പോഴും ഇത് കണക്കായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ വളർച്ചയിലും കുട്ടികളുടെ ഓരോ വളർച്ചയിലും മാതാപിതാക്കൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. കൂട്ടുകാരൊക്കെ ആയിട്ട് പെട്ടെന്ന് കൂട്ടായി. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ വിഷമോ അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷത്താണ്. അപ്പോൾ എല്ലാവരും കൂടി ടാറ്റയൊക്കെ തന്ന് സന്തോഷമായോ? നല്ലോണം പഠിക്കണം കേട്ടാ. ഓക്കെ. പിന്നെ ഏട്ടൻ എന്നെ പകുതിക്ക് കൊണ്ടാക്കി. പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കുക കേട്ടോ ചെയ്തത്. അങ്ങനത്തെ നടന്ന് പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. നല്ല രസമാണ് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ വഴികളും എല്ലാമായിട്ട് നല്ല രസമാണ് കാണാനൊക്കെ. നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.